മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നീ സംഖ്യയാണ്, നീ കമ്മിയാണ്. ഇസ്ലാമിന്റെ നിയമത്തെ പറ്റി പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത്? ഇത് മാത്രമല്ല, നല്ല പച്ചത്തെറികളാണ് എനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇവര് സംഖ്യയാക്കിയതിന്റെയും കമ്മിയാക്കിയതിന്റെയും പ്രധാന കാരണം എന്താണെന്നറിയോ? മുസ്ലിം പെൺകുട്ടികൾ ഓണത്തിന് ഡാൻസ് കളിച്ചതിനെ അനുകൂലിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് കുറച്ചു പേർക്ക് നന്നായിട്ട് അങ്ങ് കൊണ്ടു. അതിനുശേഷം എനിക്ക് കിട്ടിയ പേരാണ് സംഗിണി, കമ്മിണി എന്നൊക്കെ. എന്നെ സംഖ്യ എന്ന് വിളിച്ചവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പേര് റെജീന സെയ്തു ജലീൽ എന്നാണ്. തലയിൽ തട്ടമില്ലാത്തതിന്റെ പേരിലാണ് നീയൊക്കെ എന്നെ സംഖ്യയും കമ്മിയും ഒക്കെ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. നീയൊക്കെ എന്നെ കമ്മിന്ന് എത്ര വേണമെങ്കിലും വിളിച്ചോ, അത് അഭിമാനത്തോടു കൂടി ഞാൻ കേൾക്കും. കാരണം ഞാനൊരു കമ്മിയാണ്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ ഒരു മൊയിലാക്കന്മാരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓൺലൈൻ വഴി ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന കുറച്ച് പേരെ മാത്രം ഉദ്ദേശിച്ചാണ്. പിന്നെ നീയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് പറഞ്ഞല്ലോ, അവർ മതം പറയും, അതിന് നിനക്കെന്താ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന്. അവർക്ക് മതം പറയണമെങ്കിൽ വല്ല ഓഡിറ്റോറിയത്തിലോ ഹാളിലോ പോയി ആളെ കൂട്ടി അവിടെ ഇരുന്ന് പറയാം. അല്ലാതെ നാനാജാതി മതസ്ഥർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളിൽ വന്നിരുന്നല്ല പറയേണ്ടത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ എന്നെ തെറി വിളിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെതിരെ പറഞ്ഞതിനാണ് ഇവർ എന്നെ ഇത്തരത്തിലൊക്കെ പറയുന്നത്. ഇവർ പറയുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ മറ്റുള്ള മതക്കാരും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇവർ പറയുന്നത് പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയുകയാണ്, ആരും മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, അത് നമ്മുടെ മതത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താകും നമ്മുടെ നാടിന്റെ ഗതി? അങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അടക്കമുള്ളവർ പ്രതികരിച്ച് മുന്നോട്ട് വരുന്നത്. ഓണം ഹറാമാണെന്ന് പറയുന്ന ഈ ആളുകൾ ഓണത്തിന് കിട്ടുന്ന പെൻഷനും റേഷനും അവധിയും ഒക്കെ വേണ്ടെന്ന് വെക്കണം. അത് ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് ഈ മതനിയമങ്ങളൊന്നും പ്രശ്നമല്ല. ഈ ഓണം മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഓണത്തിന് കിട്ടുന്ന കച്ചവട പ്രതീക്ഷിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിം കച്ചവടക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ള മതസ്ഥർ പോകരുതെന്ന് അവർ തീരുമാനിച്ചാൽ എന്താകും ആ കച്ചവടക്കാരുടെ അവസ്ഥ? ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന നീയൊക്കെ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണോ ജീവിക്കുന്നത്? അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നീയൊക്കെ ആദ്യം ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കയ്യിലിരിക്കുന്ന മൊബൈലും ഒക്കെ വലിച്ചു ദൂരെ എറിയണം. നാട്ടിലുള്ള പെണ്ണുങ്ങളെ നന്നാക്കാൻ നോക്കാതെ സ്വന്തമായിട്ട് നന്നാവാൻ നോക്കണം. എന്നിട്ട് മനുഷ്യനായിട്ട് ജീവിക്കും. ഓണം നമ്മൾ ആഘോഷിക്കും. ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണെന്നാണ്, അല്ലാതെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ദേശീയ ഉത്സവമാണെന്നല്ല. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് വേർതിരിവില്ലാതെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഓണം ആഘോഷിക്കും. ഈ നാട് മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? എത്ര സുന്ദരമായ മറുപടിയാ! ഇത്തവണത്തെ ഓണത്തിന് സകല ജിഹാദികളെയും കണ്ടം വൈ ഓടിച്ചിട്ടുള്ളത് ഇത്തരം മുസ്ലിം പെൺകുട്ടികൾ തന്നെയാ. ഇതൊരു മുബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. സാധാരണ ഏതെങ്കിലും വിവരമില്ലാത്ത ജിഹാദികൾ ഈ പറയുന്ന മതപണ്ഡിത വേഷം കെട്ടി ആളുകളായിരുന്നു രംഗത്തെത്തി എന്തെങ്കിലും വിവരക്കേട് പറയാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് മുബീന എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു തുടക്കം കുറിച്ചത്. ആ മുബീന തുടക്കം കുറിച്ചതേ ഓർമ്മയുള്ളൂ. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. മറുപടി കൊടുത്ത് രംഗത്തെത്തിയത് ഇവിടെ ഏതെങ്കിലും മറ്റു മതത്തിലുള്ള ആളുകളല്ല, സ്വന്തം മതത്തിലെ മുസ്ലിം പെൺകുട്ടികൾ തന്നെ. ഇതൊക്കെ തന്നെ നിങ്ങൾ കേട്ടില്ല? എത്ര സുന്ദരമായ മറുപടിയാണ്! ഇവിടെ സംഖ്യയോ കമ്മിയോ കൊങ്ങിയോ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇവിടെ എന്തിനാണ് ജിഹാദികൾ തുനിഞ്ഞിറങ്ങിയിട്ട് ഇന്ന ഡ്രസ് ഇട്ടാൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ? ഇവരൊക്കെ ആരാണ്? ഈ പറയുന്ന ജിഹാദികളൊക്കെ ആ കാലമൊക്കെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളതാ. ഈ കാലം കഴിയാൻ ഇവിടെ BJP ശക്തമാവുന്നതൊക്കെ ഒരു ഭാഗമാവുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ തെളിവ് സഹിതം കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് നമുക്ക് ഈ മുബീനയെ മുസ്ലിം പെൺകുട്ടികൾ തന്നെ എടുത്തിട്ട് അലക്കിയതോട് കൂടിയിട്ട് മുബീന തന്നെ മറുപടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഹിജാബിട്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞ മുബീനയുടെ വീഡിയോ നിരന്തരം മുസ്ലിം പെൺകുട്ടികൾ തന്നെ എടുത്തിട്ട് പൊതു സമൂഹത്തിലേക്ക് വെച്ചിട്ട് ഇവർക്കിത് പറയാൻ അർഹതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് രംഗത്തെത്തി. അതിന് മുബീന പറയുന്ന മറുപടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടു. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പല നഷ്ടങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും, എൻ്റെ ഇൻകം വരെ ഇല്ലാതാകും എന്നറിഞ്ഞിട്ടും ഞാൻ ആ ഡിസിഷൻ എടുത്തു. അൽഹംദുലില്ലാ. അപ്പോൾ 3 വർഷം മുൻപുള്ള എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള കാരണം മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഓപ്പണായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പറയാൻ അർഹതയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറേ ആളുകൾ ഇതിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഇവരോട് പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്ത ആ പെൺകുട്ടി പറഞ്ഞത് തന്നെയാ. ഈ നാടിന്റെ ഐക്യം തകർക്കുന്ന നിങ്ങളെയൊക്കെ ദൈവമെടുത്ത് ആറ്റിലെറിയൂലേ? ലളിതമായ ചോദ്യ. ആ സോഷ്യൽ മീഡിയ കൂടി ഒന്ന് ഒഴിവാക്കി തരണം. അത് പ്രത്യേകിച്ച് ജൂതന്മാർ നേരിട്ട് നിയന്ത്രിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലാ ഈ ജിഹാദികൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത്. നിങ്ങൾ ആ പ്ലാറ്റ്ഫോം കൂടി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി ഒന്ന്
ഇറങ്ങിത്തരണം, അതൊന്ന് ഒഴിവാക്കി തരണം. ഈ നാടിനൊരു ഐക്യമുണ്ട്. ഇവിടെ ഒരു ആഘോഷം വരുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ ആളുകളും ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയാ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ തുടക്കത്തിൽ നമ്മൾ കൊടുത്ത പെൺകുട്ടി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. ഇവിടെ ഒരുപാട് മുസ്ലിം കച്ചവടക്കാരില്ലേ ഓണം എത്തുമ്പോൾ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകള്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്, ജിഹാദികള്, മതപണ്ഡിത വേഷം കെട്ടി. ഇപ്പൊ ഒരുത്തരുണ്ടല്ലോ ഈ കന്തൂറ ഡ്രസ്സ്, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ഡ്രസ്സ് പോലും ഇവിടെ കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം വരുന്ന ഒരുത്തൻ. UAE പോലും അവരുടെ ഡ്രസ്സ് സോഷ്യൽ മീഡിയയിൽ വിൽപ്പന ചരക്കാക്കരുത്, അവര് അഭിമാനത്തിൽ കാണുന്ന അവരുടെ ഡ്രസ്സാ. ആ ഡ്രസ്സ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിരന്തരം പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമൊന്നുമല്ലായിരുന്നു പർദ്ദയൊന്നും. 10-35 വർഷം പിറകോട്ട് പോയാൽ ഇവിടെ മുസ്ലിം സ്ത്രീകള് ഈ പറയുന്ന പർദ്ദയിട്ടല്ലായിരുന്നു. അതേ ശൈലിയില് ഇപ്പോ കന്തൂറയൊക്കെ ധരിച്ചിട്ട് ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ പോകുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഡ്രസ് ഇങ്ങനെ കാണിച്ചേരി കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കന്തൂറ ധരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. അതൊക്കെ ലക്ഷ്യം വെച്ച് നാടിനെ നശിപ്പിക്കാൻ ഒരു ജിഹാദിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ മതം വിറ്റ് പെറുക്കി തിന്ന് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം ആളുകൾക്കെതിരെ മുസ്ലിം പെൺകുട്ടികൾ തന്നെ രംഗത്തിറങ്ങുക. മതം വിറ്റ് തിന്നുന്നവരെ അത്തരത്തിൽ തന്നെയാ പറയുന്നത്. മതം എനിക്ക് വിശ്വാസമുണ്ട്, ഈ പറയുന്ന പെൺകുട്ടികൾക്ക് വിശ്വാസമുണ്ട്. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു ജിഹാദികൾക്കും ഒരു അർഹതയില്ല. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാട്ടിലെ ഓരോ ഹിന്ദുവും ഒരു മതവും നോക്കിയിട്ടല്ല ഒരു കടയിലേക്ക് വരുന്നത്. ഇവിടെയുള്ള ഓരോ ക്രിസ്ത്യാനിയും ഒരു മതവും നോക്കിയിട്ടല്ല ഒരു കടയിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെയുള്ള ജിഹാദികളുടെ അവസ്ഥ എന്താ? ഭക്ഷണത്തിൽ ഹലാലാണോ, ഹലാൽ ലേബലുണ്ടോ, ഹലാലിന്റെ ചിഹ്നമുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ആളുകളെ കൊണ്ട്, സാധാരണ മുസ്ലിങ്ങളെ കൊണ്ട് പോലും ഇത്തരം ഭക്ഷണേ വാങ്ങാവൂ എന്നതിലേക്കൊക്കെ ജിഹാദികൾ നമ്മുടെ നാടിനെ എത്തിച്ചിട്ടുണ്ട്. ഈ ഹലാൽ ഭക്ഷണത്തിലേക്ക് പിന്തുണക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ഹിന്ദു ആയിട്ടുള്ള ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളുകളും ഇനി മറ്റൊരു ലേബലുമായിട്ട് ഇവിടെ ഇറങ്ങിയാൽ ഈ നാടിനെന്ത് ഐക്യമുള്ളത്? ഇവിടെ ഭക്ഷണത്തില്, വസ്ത്രത്തില്, ഓണത്തില്, സകലത്തിലും മതം കലർത്തി നാടിനെ നശിപ്പിക്കുന്ന ജിഹാദികളെ നമ്മൾ മലയാളികൾ, പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എതിർക്കണം. ഇവിടെ BJP ശക്തമാവുന്നത് കൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് കരുത്തുകൂടി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മുടെ കേരളത്തിൽ 3 MLA-മാർ BJPക്ക് ഉണ്ടായതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തില് മുസ്ലിം പെൺകുട്ടികളെ ഇറങ്ങിയിട്ട് ശക്തമായ അവരുടെ വാദം അവർ ഉയർത്തുന്നുണ്ട്. അവർ വിശ്വാസികളാണ്, അവർ ഡാൻസ് കളിക്കും, അവർ ഓണം ആഘോഷിക്കും. അതുകൊണ്ടൊന്നും അവരുടെ വിശ്വാസത്തിനൊന്നും പറ്റില്ല. കാരണം അവരുടെ വിശ്വാസം അവർ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുക. അത് ഒരു ഓണം ആഘോഷിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒന്ന് ഈ പറയുന്നത് പോലെ ഡാൻസ് കളിക്കുമ്പോഴേക്കൊക്കെ തൊയിഞ്ഞു പോകുന്ന എന്ത് വിശ്വാസമാണ്? അതൊക്കെ നശിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ, ആ വിശ്വാസമൊക്കെ ഏത് തരത്തിലുള്ള വിശ്വാസമാണ്? സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, ഇവിടെ മുസ്ലിം ലീഗൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പോലും എന്തൊക്കെ വിളിച്ചു പറയാനുണ്ടായിരുന്നു. ഇന്ന് BJPയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ നേതാവ് പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് പണി അങ്ങ് പാളിപ്പോന്നറിയാം. ഈ അടുത്ത് പോലും റിയാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് വ്യഭിചാരമാണ് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി അത് വ്യഭിചാരമാണ് എന്ന് അപമാനിച്ചിരുന്നു. പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. ഇപ്പോ നമ്മുടെ കേരളത്തിൽ BJP ശക്തമായതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് ശക്തി പകർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജിഹാദികൾക്കെതിരെ പറയുമ്പോൾ അത് ജിഹാദികൾക്കെതിരെ തന്നെയാണ് എന്ന് ഇവിടെ പൊതുസമൂഹം വിശ്വസിക്കൽ തുടങ്ങി. ഇനി ജിഹാദികളെ പിന്തുണച്ച് ഏതെങ്കിലും ജിഹാദി പറഞ്ഞത് ശരിയാണെന്ന് മുസ്ലിം ലീഗിന് പോലും നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ ഒരൊറ്റ കാരണം നമ്മുടെ കേരളത്തിൽ BJP വളർന്നത് തന്നെയാ. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.